നമുക്ക് സുഗിയൻ ഉണ്ടാക്കാനായിട്ടുള്ള പയർ കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുഴുങ്ങാൻ വെക്കാം. കണ്ടോ, നെകക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കറിലിരുന്നത് വേവട്ടെ. പയർ വെന്തിട്ടുണ്ട്. ഇതുപോലെ നല്ല വറ്റിച്ച് എടുക്കണം. വെള്ളമില്ലാതെ വറ്റി വെന്ത് വരണം. സുഗീൻ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പീര, തേങ്ങ ചണ്ടിയ പീര, പുഴുങ്ങിയ പയർ, ചെറുപയർ, പിന്നെ ചെറുജീരകം. ഇത് പയർ ഗ്യാസ് ഉണ്ടാവുമല്ലോ ചില ആളുകൾക്ക്, അപ്പോൾ നമ്മൾ ജീരകം ഇടുന്നത് നല്ലതാണ്. ഇതിൽ വെളുത്തുള്ളിട്ട് വേവിച്ചതല്ല. ഇത് ശർക്കരപ്പാനി. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇത് നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് അങ്ങ് മിക്സ് ചെയ്യാം. ആദ്യം ശർക്കരപ്പാനി ചേർക്കാം. ജീരകം, പീരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. എത്ര ഇടണം, കൂടുതൽ ഇടണം എന്നുണ്ടെങ്കിൽ കൂടുതലിടാം. പീരയും മധുരവും ഒക്കെ പാകത്തിന് അവരവരുടെ ഇഷ്ടത്തിന് ഇടാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മധുരവും അതെല്ലാം കൂടി നന്നായി മിക്സ് ആവട്ടെ. നമുക്ക് കുറച്ച് മധുരം കുറച്ചും കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി കുറച്ച് നേരം ഒന്ന് അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ. സുഗീൻ പൊരിക്കാനായിട്ടുള്ള മൈദപ്പൊടിയാണിത്. അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ശർക്കരയുടെ ഉപ്പും നമ്മൾ ആ പയർ ഉപ്പിട്ടൊക്കെ വേവിച്ചേക്കുന്നതുകൊണ്ട് അതിൽ കൂടുതൽ ഉപ്പ് ചേർക്കണ്ട. പുറമേ ആ ഒരു പച്ച ചൊവ്വയുടെ ടേസ്റ്റ് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉപ്പ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ചെടുത്ത് ഒഴിക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം.
നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലൂസായി പോകരുത്, ഇത്തിരി കട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അതേപോലെ ഉണ്ടകളാക്കുമ്പോഴേക്കും അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം. ആ ഒരു ലെവലിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അധികം ലൂസായും പോകരുത്, ഒത്തിരി കട്ടിയായും പോകരുത്. നന്നായിട്ടത് വെട്ടി ഇങ്ങനെ കട്ടകളെല്ലാം കട്ടകളെല്ലാം ഇതിനോട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മൾ ഉണ്ട പിടിച്ചത് നമ്മൾ ഇതിലേക്ക് ഇടുമ്പോഴേക്കും അത് കട്ട പോലെ പുറമേ ഇരിക്കും. അപ്പോൾ അത് കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഇനി നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വെക്കാം. നന്നായിട്ടൊന്ന് മയം വരട്ടെ, എന്നിട്ട് ഒന്നും കൂടി വെട്ടിക്കൊടുക്കാം. നമ്മളിങ്ങനെ നന്നായിട്ട് വെട്ടുമ്പോഴാണ് അത് കുറേ കൂടി സോഫ്റ്റായിട്ട് വരുന്നത്. ഇനി കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരുപാടിട്ട് ഇങ്ങനെ വെട്ടേണ്ടി വരില്ല. കുറച്ചൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ അത് തന്നെ കുറച്ച് സോഫ്റ്റ് ആയിക്കോളും. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. കട്ടകളെല്ലാം ലൂസായി എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, സുഗിയൻ പൊരിക്കാനായിട്ടുള്ള ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് കത്തിക്കാം. ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. തീ ഒന്ന് കുറച്ച് വെക്കാം. കണ്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഉണ്ട പിടിച്ചിട്ട്, അധികം വലിയ ഉണ്ട വേണ്ട, ചെറുതായിട്ടെടുത്തിട്ട് നമുക്കിത് മൈദമാവിൽ മുക്കാം.
ഇത് നേരെ ആ എണ്ണയിലേക്ക് കയ്യിലൊന്നും ആക്കാതെ ഇടണം കേട്ടോ. കണ്ടോ? ഇങ്ങനെ ചൂട് എണ്ണ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൈദയിൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. കണ്ടോ? ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൊരിയട്ടെ. എന്നിട്ട് നമുക്ക് മറിച്ചിടാം. കണ്ടോ? ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ മറുവശം നന്നായി മൊരിയട്ടെ. അതുവരേക്ക് തീയിൽ തന്നെ അങ്ങനെ ഇരുന്ന് പതുക്കെ പതുക്കെ ആവട്ടെ. നേരെ തീയിലിരുന്ന് മൊരിഞ്ഞാൽ മതി. കൂടുതൽ തീയായിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ മൂത്ത് പോകും, മൈദ കരിഞ്ഞു പോകും. അടുത്ത കൂട്ട് നമുക്കിടാം. രണ്ടാമത്തെ കൂട്ടിട്ടിട്ടുണ്ട്. ഇനി അത്
അവിടെ കിടന്ന് വേവട്ടെ, മുരിയട്ടെ കേട്ടോ. അടുത്ത ഭാഗം മറിച്ചിട്ടുണ്ട്, ഇനി അതും കൂടി മുരിഞ്ഞ് കഴിഞ്ഞ് നമുക്കതെടുത്ത് മാറ്റാം. കണ്ടോ, നമ്മുടെ സുഗിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ചൂടോടെ കഴിക്കാം കേട്ടോ. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കത് നല്ല വൈകിട്ടത്തെ ചായക്ക് പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. നല്ല വേറെ കൂട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പയർ, തേങ്ങ, ശർക്കര, മൈദ മാത്രമല്ലേ ഉള്ളൂ. വേറെ അതിൻ്റെ ഉള്ളിൽ ഈ അരിപ്പൊടി പോലെയുള്ളതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ശർക്കരയും തേങ്ങയും പയറും മാത്രം ആകുമ്പോഴത്തേക്കും നല്ലൊരു ഫീലിംഗ് ആണത്, വേറെ പൊടികളൊന്നും ചേർക്കാത്തതുകൊണ്ട്. ഓക്കെ, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും പ്രത്യേകം നന്ദി. ഓക്കെ, നമുക്കൊരെണ്ണം കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും സുഗിയൻ ഉണ്ടാക്കുക. നല്ല ആരോഗ്യകരമായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് അതിന്, പിന്നെ നമുക്ക് സമയമില്ലാത്തതിൻ്റെയും ഉള്ള കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നത്. എല്ലാവരും ഇപ്പോൾ ബിസിയാണല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, മറക്കാതെ എല്ലാവരും ചെയ്തു തരണേ. താങ്ക് യു.